മലയാള ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. നടൻ സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റുമാരായി ജഗദീഷ്, ജയൻ ചേർത്തലയെയും തിരഞ്ഞെടുത്തു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാലും ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി മുകുന്ദനും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി ബീന റാണി ചേരുകയാണ്. ബീന, വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിര താര സംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിലാണ് ഇന്ന് ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നത്. കഴിഞ്ഞ 25 വർഷമായി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബു ഒഴിഞ്ഞ സ്ഥാനത്തേക്കാണ് വാശിയേറിയ മത്സരം ഇത്തവണ നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖിനെ തെരഞ്ഞെടുക്കുകയുണ്ടായത്. കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവരാണ് സിദ്ദിഖിനെതിരെ മത്സരിച്ചത്. എന്നാൽ സിദ്ദിഖ് ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയായിരുന്നു. ജഗദീഷും ജയൻ ചേർത്തലയുമാണ് വൈസ് പ്രസിഡന്റുമാരായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. മഞ്ജു പിള്ളയാണ് ഇവരോടൊപ്പം മത്സര രംഗത്തുണ്ടായിരുന്ന മറ്റൊരാൾ. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അനൂപ് ചന്ദ്രനെതിരെ ബാബുരാജും വിജയിച്ചിട്ടുണ്ട്. അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നേരത്തെ തന്നെ നടൻ മോഹൻലാലിനെ എതിരില്ലാതെ തെരഞ്ഞെടുത്തിരുന്നു. ഒപ്പം തന്നെ ട്രഷററായി ഉണ്ണി മുകുന്ദനെതിരെയും മറ്റാരും നോമിനേഷൻ നൽകിയിരുന്നില്ല. ഉണ്ണി മുകുന്ദനെയും ട്രഷററായി തെരഞ്ഞെടുത്തിരുന്നു. ബാക്കി ഭാരവാഹി സ്ഥാനങ്ങളിലേക്കാണ് മത്സരം നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കുള്ള വോട്ടെണ്ണൽ ഇപ്പോഴും നടക്കുകയാണ്. എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് വിവരം ലഭിക്കുന്നത്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജും അനൂപ് ചന്ദ്രനും തമ്മിൽ മത്സരിച്ചതിലാണ് ബാബുരാജ് വിജയം നേടിയത്. അതുപോലെ തന്നെ 11 അംഗ എക്സിക്യൂട്ടീവിലേക്കുള്ള വോട്ടെണ്ണലാണ് ഇപ്പോൾ നടക്കുന്നത്. 11 സ്ഥാനങ്ങളിലേക്ക് 12 പേരാണ് മത്സരിച്ചത്. അമ്മയുടെ നിലവിലുള്ള ഭരണഘടന അനുസരിച്ച് 17 ഭാരവാഹികളിൽ 4 പേർ സ്ത്രീകളായിരിക്കണമെന്ന നിയമമുണ്ട്. അതിനാൽ അത്തരത്തിലുള്ള മത്സരാർത്ഥികളാണ് രംഗത്ത് ഉണ്ടായിരുന്നത്. എന്തായാലും വോട്ടെണ്ണൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഏതാണ്ട് എല്ലാ താരങ്ങളും തന്നെ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. അതേസമയം മെഗാസ്റ്റാർ മമ്മൂട്ടി UK-യിലായതിനാൽ യോഗത്തിന് എത്തിയിരുന്നില്ല. വോട്ടിംഗ് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. എന്തായാലും ഇതുവരെയുള്ള ഫലമനുസരിച്ച് സിദ്ദിഖാണ് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. മറ്റു വോട്ടെണ്ണൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് വിവരം. കൊച്ചിയിൽ നിന്ന് ബീന റാണിയാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.